ഈ ഇടവകയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഈ ക്രിസ്മസ് കാലയളവിൽ ചുക്കാൻ പിടിച്ച വികാരി അച്ഛനെയും അച്ഛന്മാരെയും ഒപ്പം തന്നെ ഈ ഇടവകയുടെ ചുമതലക്കാരെ, ഇതിൻ്റെ കൺവീനറായിട്ടിരിക്കുന്ന ആളുടെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനി ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് വരട്ടെ. ഏത് കവനന്റും ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയല്ല മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി മാത്രം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടാണ് മനുഷ്യന് ദൈവം തമ്പുരാൻ 2 ഗുണങ്ങൾ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച്. എന്തൊക്കെയാണെന്നറിയാമോ? ദ എബിലിറ്റി ടു സ്പീക്ക് ആൻഡ് ദ എബിലിറ്റി ടു തിങ്ക്. മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവുമുണ്ട്, പിന്നെന്തുകൊണ്ട്? മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുമുണ്ട്. അതായത് ഏത് ബന്ധങ്ങളും നിലനിൽക്കണമെങ്കിൽ ആ ബന്ധത്തിനകത്ത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ചില പ്രതീക്ഷകൾ പൂർത്തീകരിക്കണം. ദൈവത്തിന് ഒരു കുടുംബത്തെ നിയോഗിക്കുമ്പോൾ ദൈവത്തിന് ആ ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും ചില പ്രതീക്ഷകളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രതീക്ഷകളുണ്ട്. ഈ പ്രതീക്ഷകൾ അനുസരിച്ച് ജീവിക്കാനാണ് ദൈവം തമ്പുരാൻ എന്ത് തന്നിരിക്കുന്നത്? ബുദ്ധി തന്നിരിക്കുന്നത്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് ഇപ്പൊ കല്യാണം കഴിച്ചൊരു പുള്ളിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു വസ്തു മേടിച്ച മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട്. ഞാനിപ്പം 5 കാളയെ വാങ്ങിയെന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട്. ഇവരുടെ 3 പേർക്കും പറ്റിയ കുഴപ്പം എന്നാണെന്നറിയാമോ? They utterly failed to fix the priorities in their lives. ഇപ്പൊ ഈ ബാങ്ക്വറ്റിനകത്ത് പോയി ഭക്ഷണം കണം കഴിച്ച് മാസ്റ്ററുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കാലാപ്പുറത്ത് പോയി കൃഷി ചെയ്താലും മതി. ഞാനൊരു കൃഷിക്കാരൻ്റെ മോനാണ്. അതുകൊണ്ട് കപ്പയുടെ ചുവട്ടിൽ ഇച്ചിരി കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ കാപ്പി കുടിച്ചിട്ട് പോയി കാട് പറിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ല, ഏത്തവാഴയുടെ ഒരു തടം എടുക്കാനായിട്ട് സമയമുണ്ടെങ്കിൽ എന്താ ചെയ്യണം? വീട്ടിൽ ആരെങ്കിലും അടുത്ത വീട്ടിലൊരു കാപ്പി കുടിക്കാൻ വിളിച്ചിട്ടുണ്ട്, ആ കാപ്പി കുടിച്ചിട്ട് പോയി ഏത്തവാഴയുടെ തടം എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ ഈ മനുഷ്യന് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ he utterly failed to fix the priority in his life. എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുവാനുള്ള ഒരുവന്റെ കഴിവിന്റെ വെളിച്ചത്തിലാണ്. ദൈവത്തോടുള്ള ബന്ധം ആണ് എൻ്റെ പ്രയോറിറ്റി എന്ന് എനിക്ക് നിശ്ചയിക്കാൻ കഴിയുമ്പോൾ മറ്റതിനെയെല്ലാം ഞാൻ തള്ളിക്കളയുകയല്ല, മറിച്ച് മറ്റേതെല്ലാം എനിക്കെന്തായിരിക്കും? മറ്റേതെല്ലാം എൻ്റെ നെക്സ്റ്റ് വരുന്നതായിരിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ പരിപോഷണമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കണം, എൻ്റെ അപ്പൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കണം, എൻ്റെ ഭാര്യയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കണം എന്നുള്ള പ്രയോറിറ്റിയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കുടുംബജീവിതം ഫെലോഷിപ്പിൻ്റെയും പിന്നെന്തുവാണ് അടുത്തത്? ഫെലോഷിപ്പിൻ്റെയും ഈറ്റിങ്ങിൻ്റെയും പിന്നെന്തുമായിരിക്കും? ഇവൻറ്റിൻ്റെയും ഫണ്ണിൻ്റെയും സ്ഥലമായിരിക്കും. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൻ്റെ വലിയ ഉദ്ദേശം ഇത് തന്നെയാണ്. ഞാനിനി അവിടെ പറഞ്ഞ് ഒരു കാര്യം കൂടെ പറയുന്നുള്ളൂ. അങ്ങനെങ്കിൽ ഈ പ്രതീക്ഷകൾക്കനുസരിച്ച് വീട്ടിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വീട്ടിൽ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിയും നല്ലപോലെ ഉപയോഗിക്കണം, സംസാരിക്കാനുള്ള കഴിവും നല്ലതുപോലെ ഉപയോഗിക്കണം. അതെന്തിനാണെന്നറിയാമോ? എനിക്ക് ചക്ക പുഴുങ്ങിയത് വളരെ ഇഷ്ടമാണ്. എന്നാൽ ഈ അച്ഛന് വിചാരിക്കുകയാണ് എനിക്ക് ചക്കയല്ല ഇഷ്ടം, എനിക്ക് പൊറോട്ടയാണ് ഇഷ്ടമെന്ന് വിചാരിച്ചിട്ട് ഈ പൊറോട്ടയും കോഴിയുടെ 2 കാലും കൂടെ കൊണ്ടുവിടെ വെക്കുക. ഞാൻ കോഴിയുടെ കാല് കഴിക്കത്തില്ല, എനിക്കിഷ്ടമില്ല. പൊറോട്ട എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ അച്ഛൻ തന്നാണല്ലോ എന്നും കണ്ട് എന്തോ ചെയ്യും? ഒരല്പം കഴിക്കും.
എല്ലാ ദിവസവും ഈ പൊറോട്ടയും ചിക്കനും കൊണ്ട് വെച്ചാലോ? എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പരിപാടി ഉണ്ടാവും. ശരിയാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇപ്പോ ഒരു കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രതീക്ഷകൾ എന്തെന്നും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പ്രതീക്ഷകൾ എന്തെന്നും അച്ഛൻ അച്ഛൻ എന്നോട് ആദ്യത്തെ ദിവസം ഒന്ന് ചോദിച്ചാൽ മതി, അച്ഛന് കഴിക്കാനുള്ളത് എന്തോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേനെ വല്ല കപ്പ പുഴുങ്ങിയതോ ഇച്ചിരി സംബന്ധി ഉണ്ടാക്കിയാൽ മതെന്ന് പറഞ്ഞേനെ. പക്ഷെ അച്ഛൻ വിചാരിച്ചു ഞാൻ സീതത്തോട്ടിൽ നിന്ന് വന്നതായോണ്ട് എന്തായിരിക്കും ഇഷ്ടം, ചിക്കനും പൊറോട്ട ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ വഴക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. കുടുംബത്തിലെ വഴക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഫാമിലി കൗൺസിലിംഗ് ഒന്നും പഠിച്ച ആളല്ല, എന്നാലും ഞാൻ ഈ ചാക്കുണ്ണി അച്ഛൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അച്ഛൻ ഞാൻ നിർത്താം. ജിജി അച്ഛൻ എൻ്റെ വളരെ അടുത്ത ആളാണ്. നിങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ഇവരെന്നെ മിക്കവാറും വെടിവെച്ചിടുന്ന ലക്ഷണമാണ്. അതായത് ചാക്കുണ്ണി അച്ഛൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു ചെറുക്കൻ കല്യാണം കഴിച്ച് ഈ എബ്രാം സാറേച്ചൻ അറിയാമായിരിക്കും. അത് കല്യാണം കഴിച്ച കാര്യമല്ല, ഞാൻ പറയാൻ വരുന്ന കഥയുടെ കാര്യം. ഒടുവിൽ ഈ ചാക്കുണ്ണി അച്ഛൻ്റെ ഈ ചെറുക്കൻ കല്യാണം കഴിച്ചപ്പോൾ ഈ പെണ്ണിനെ കാണാൻ പോയപ്പോൾ ആ പെണ്ണിൻ്റെ വീടിൻ്റെ, അവൻ്റെ ഭാര്യയുടെ വീടിൻ്റെ തൊട്ടടുക്കലത്തെ വീട്ടിൽ ഒരു നല്ല കറവ പശു നിൽക്കുന്നതുണ്ട്. പണ്ടത്തെ കാര്യം, ഇപ്പോഴത്തെ കഥയല്ല. ഇപ്പം കറവ പശുവിനെ കണ്ട നോക്കത്ത് പോലുമില്ല. അന്നേരം ഇവൻ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഇച്ചിരി സ്ത്രീധനമൊക്കെ കിട്ടി. പണ്ടത്തേതാണ്, ഇപ്പോഴത്തെ ഒന്നുമല്ല. അവൻ വിചാരിച്ച് ഈ സ്ത്രീധനപ്പണം കളയാതെ ഈ പശുവിനെ മേടിക്കാം എന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചവൻ പറഞ്ഞു പശുവിനെ വിൽക്കാനാന്ന് പറഞ്ഞു. ഇവൻ ഈ പശുവിനെ കാണാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് പശുവിനെയൊക്കെ കണ്ട് വിലയൊക്കെ ഉറപ്പിച്ചിട്ട് എന്നാൽ ഭാര്യ വീട്ടിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കണ്ട് കയറിയപ്പോൾ ഉച്ച സമയത്ത് പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞാലോ ഉള്ളു. തലേദിവസം കല്യാണം കഴിഞ്ഞാലോ വീട്ടിൽ വലിയ കൂട്ടാനൊന്നും ഇരിപ്പില്ല. അന്നത്തെ ഫ്രിഡ്ജൊന്നുമുള്ള സമയമല്ല. അന്നേരം പറഞ്ഞു, അയ്യോ ഇച്ചിരി കഞ്ഞി മാത്രമല്ല, കുഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കൊച്ചുമരുമോനല്ലേ. എന്നിട്ട് പറഞ്ഞു ഒന്നും വേണ്ട, കഞ്ഞി ഇച്ചിരി തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം അമ്മായിമ്മ വിചാരിച്ച് എങ്ങനെ ഒന്നുമില്ലാതെ കൊടുക്കുന്നത്, ഇച്ചിരി അടച്ചേറ്റിയൽ സമ്മന്തി ഉണ്ടാക്കി കൊടുത്തു. അടച്ചേറ്റി സമ്മന്തി എന്ന് പറഞ്ഞാൽ അറിയാം? എൻ്റെ ദൈവം തമ്പുരാന്, ഇല്ല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സ്പെഷ്യൽ ക്ലാസ് എടുത്തു തരാം. അടച്ചേറ്റി സമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ഈ അടച്ചേറ്റി സമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇവൻ ഇതങ്ങോട്ട് കണ്ടപ്പോഴേ കഞ്ഞിയും അടച്ചേറ്റി സമ്മന്തിയോ, പണ്ട് അടച്ചേറ്റി സമ്മന്തിയും കഞ്ഞിയും എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. എന്ന് പറഞ്ഞാൽ താഴെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതല്ല, ചപ്പാത്തിയും ചിക്കൻ പോലൊന്നും അല്ല, ഇച്ചിരി സ്റ്റാൻഡേർഡ് കുറവാണ്. ഇവൻ ആകെപ്പാടെ വിചാരിച്ചിട്ട് ഇതാരും കാണരുതല്ലോ എന്നും കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? അച്ഛൻ നിർത്താൻ പറയാനാണോ? അടച്ചേറ്റി സമ്മന്തി എടുത്ത് ആദ്യം കഴിച്ചപ്പോൾ അവന് ഭയങ്കര എരിവ് ഈ ചൂട് കഞ്ഞിയും കൂടെ കുടിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, ഭയങ്കര എരിവ്. അന്നേരം ഈ അപ്പുറത്തെ കതകിൻ്റെ അപ്പുറത്ത് നമ്മുടെ അമ്മച്ചി, പുതിയ അമ്മായിയമ്മ ഇരിപ്പുണ്ട്. അമ്മായിമ്മയ്ക്ക് എപ്പോഴും ഈ കൊച്ചുമരുമോനെ കൊടുക്കണമെന്ന്. അമ്മായിമ്മ നോക്കിയപ്പം അവൻ കിട്ടിയ മാത്രയിലെ എന്തോ എടുത്ത് കഴിക്കുന്നു, ഈ അടച്ചേറ്റി സമ്മന്തി കഴിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൊച്ചുമരുമോൻ അടച്ചേറ്റി സമ്മന്തി നല്ല ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി അടുക്കളയിലോട്ട് ചെന്നിട്ട് ഇച്ചിരി ചുമന്ന മുളകൂടെ കൂട്ടി. ചുമന്ന മുളക് എന്ന് പറഞ്ഞാൽ ഈ പത്തലമുളകല്ല, ഈ കാന്താരിയുടെ തന്നെ ഇച്ചിരി ചുമന്ന മുളകൂടെ എടുത്ത് ശരിക്കും അരച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ഇവൻ രണ്ടാമത്തേതും കഴിച്ചെടുത്തോണ്ട് പോയപ്പോഴത്തേനൊക്കെ ഇവന് മനസ്സിലായി മൂന്നാമതും കൊണ്ട് നിങ്ങളുടെ കഞ്ഞിയും വേണ്ട തൊപ്പിയും വേണ്ടെന്ന് പറഞ്ഞ് ഇതെടുത്തെറിഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയി. ഇതിൻ്റെ കുഴപ്പക്കാരാരാ? ഈ വഴക്കുണ്ടാകാനുള്ള കുഴപ്പക്കാരാരാ? അമ്മായിയമ്മയാന്ന് പറയും, മരുമോനുമാന്ന് പറയും. എന്നാൽ ഇവർ രണ്ടുപേരും കുഴപ്പക്കാരാ. ഇവൻ ഇത് ഇഷ്ടമില്ലായിരുന്നു, ഇവന് ദൈവം തമ്പുരാൻ കൊടുത്ത നാവില്ലായിരുന്നു. അമ്മായിയമ്മയോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ, എനിക്ക് ഭയങ്കര എരിവാണ്, ഭയങ്കര ചൂടാണ്, ഇത് രണ്ടും കൂടെ വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അമ്മായിയമ്മയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ പോരായിരുന്നു, എൻ്റെ പൊന്നുമോനെ നിനക്കിത് ഇഷ്ടമാണോടാന്നൊന്ന് ചോദിച്ചാൽ പോരായോ? അതുകൊണ്ട്
ദൈവം തമ്പുരാൻ കവനന്റൽ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒന്നാണ് എന്തുവാ? ചിന്തിക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള കഴിവും. അതുകൊണ്ട് കുടുംബം ചിന്തയുടെയും സംസാരത്തിൻ്റെയും ഇടമായിട്ട് മാറുമ്പോൾ അവിടെ ഇവൻറ്റുമുണ്ട്, അവിടെ ഫണ്ണുമുണ്ട്. അങ്ങനെ കുടുംബം കവനന്റൽ ലൈഫിൻ്റെ സെലിബ്രേഷനും ഫെലോഷിപ്പിൻ്റെ സെലിബ്രേഷനും ഇവൻറ്റിൻ്റെ സെലിബ്രേഷനും ഹാപ്പിനെസ്സിൻ്റെ സെലിബ്രേഷനും ആകുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് പറയും, ഇതിന് പറയുന്ന പേരാണ് ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനത്തിൻ്റെ ഇടം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മുന്നാസ്വാദനം ഉണ്ടാകുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തെ ഈ ഫെസ്റ്റ് ഏറ്റവും അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.